ലുലു സെലിബ്രേറ്റ് വെറുതെയല്ല ഭാര്യ സീസൺ 3 പവർഡ് ബൈ വിവലിലേക്ക് സ്വാഗതം. ഈ എഴുതാൻ തന്ന കടലാസിൽ നിന്റെ മുഖം ഞാൻ പതിഞ്ഞു കാണുന്നു. വീണ്ടും ഞാൻ എഴുതാനായി തുടങ്ങുകയായിരുന്നു. അപ്പോൾ നീ എന്നെ കണ്ണ് ഇറുക്കി കാണിക്കുന്നതായി. കടലാസിലും പിന്നെ പെന്നിലും എല്ലാത്തിലും നീ. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു മശീലൊക്കെ ഉണ്ടാവുമായിരിക്കും. സംസാരം പിടങ്ങി പോയപ്പോ നജ്മുദ്ദീന് ഒരു നോട്ടത്തോന്നി. മൈക്കിൾ ജാക്സൺ മൂക്കോ. പാസ്പോർട്ടിൽ ലെനിന്റെ പേര്. ലെനി രാജു. നമുക്ക് നമ്മളുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം ദിവ്യ, ആയിഷ, അഞ്ജു, ലക്ഷ്മി ആൻഡ് ജിനി. നമ്മളുടെ സ്പെഷ്യൽ ജഡ്ജസ്, ലെറ്റ്സ് വെൽക്കം ദം. പാർവതി ചേച്ചി ആൻഡ് മാഷേ. പൊരുത്തം. നമുക്ക് ലെനി ആൻഡ് അനിനെ വിളിക്കാം. ലെറ്റ്സ് കോൾ ദം. ഏതൊക്കെയാ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അറിയില്ല. അപ്പോ എളുപ്പമുള്ളതൊക്കെ കഴിഞ്ഞു. എളുപ്പമുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടഫായിരിക്കും. എളുപ്പം കഴിഞ്ഞു എന്നോ? അങ്ങനെ തോന്നുന്നു. ആർക്കാ നമ്മൾ എളുപ്പമുള്ള ചോദ്യം ചോദിച്ച്? ഓക്കെ ലെനി, ഏതാ ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നത്? അറിയില്ല. കുറച്ച് പ്രാക്ടീസ് ചെയ്ത ചോദ്യങ്ങൾ ഏതാ? എൻ്റെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ചോദിച്ചു. മോൻ്റെ ഫീസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. മാറ്റി ചോദ്യം മാറ്റി. ഓക്കെ, സോ നമുക്ക് ആദ്യം ലെനീൻ്റെ അടുത്ത് ചോദിക്കാം. അനി പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്. ഈസി ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അത് നമുക്ക് മാറ്റാം. നമുക്ക് ആലോചിക്കട്ടെ. പാസ്പോർട്ടിൽ ലെനീൻ്റെ പേര്? ലെനി ജെയ്മോൻ. കള്ളത്തരം. അത് ഉറപ്പാണോ? ഓക്കെ ശരി. അനി ബാംഗ്ലൂരിൽ നമ്മൾ റേസ് ചെയ്യുമ്പോൾ ബൈക്കിൻ്റെ നമ്പർ, റേസ് ചെയ്ത ബൈക്കിൻ്റെ നമ്പർ അറിയില്ല. ബൈക്ക് അറിയാം. ഓക്കെ, ബൈക്ക് ഏതാ ഉണ്ടായിരുന്നത്? യമഹ RX100. ഓക്കെ, യമഹ RX100. ഓക്കെ, നിങ്ങൾ വെക്കാൻ പോകുന്ന വീടിൻ്റെ പേര് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചാക്കോച്ചി. ചാക്കോച്ചി. ഓക്കെ. മകൻ്റെ ഷർട്ടിൻ്റെ സൈസ്? എത്രയാ? പ്രാക്ടീസ് ചെയ്യാത്ത ചോദ്യമാണ്, പക്ഷെ പറയും. 9. ഓക്കെ. അനി LLB എടുത്ത യൂണിവേഴ്സിറ്റി? ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. ഓക്കെ. ഒരു ദിവസം സാധാരണയായി എത്ര ലിറ്റർ പാലാണ് നിങ്ങൾ വാങ്ങിക്കാറുള്ളത്? 1 ലിറ്റർ. 1 ലിറ്റർ. ഓക്കെ. ഫ്ലാറ്റിൽ സെക്യൂരിറ്റിൻ്റെ നമ്പർ? 555. ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ എത്ര ചൂലുണ്ട്? 2. ഓക്കെ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ വില? 1300. റിയലി? ഓക്കെ, 1300. ഓക്കെ. ലെനിക്ക് എത്ര പട്ട് സാരി ഉണ്ട്? 2. കള്ളത്തരം. കല്യാണത്തിന് 2. ഓക്കെ. അനിനെ വിളിക്കാം. ഓക്കെ റെഡി. തിരുവല്ലയിൽ നിന്ന് ശാന്തമ്പാറയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 175. ശാന്തമ്പാറയിൽ നിന്ന് തിരുവല്ലയ്ക്ക്? വരുമ്പോ വേഗം വരൂലേ? ഓക്കെ, ആദ്യത്തെ ചോദ്യം. പാസ്പോർട്ടിൽ ലെനീൻ്റെ പേര്? ലെനി രാജു. സോറി, ആദ്യത്തെ ചോദ്യത്തിലെ ലെനി എന്താ പറഞ്ഞ? ലെനി ജെയ്മോൻ.
ഓർമ്മയുണ്ടോ ഈ മുഖം? അഞ്ചാനാണ് പേര് മാറ്റാനൊക്കെ ഓടി നടന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. അനി ബാംഗ്ലൂരിൽ റേസ് ചെയ്ത ബൈക്ക് ഓർമ്മല്ലേ? അതിന്റെ നമ്പർ ഓർക്കുന്നില്ല. ഏത് ബൈക്കാണ് ഉണ്ടായത്? യമഹ RX100. RX 100. ഓക്കെ. സോ എന്തായാലും നമ്പർ രണ്ടാൾക്കും അറിയില്ല. വെരി ഗുഡ്. നിങ്ങൾ വെക്കാൻ പോകുന്ന വീട്ടിന്റെ ഉദ്ദേശിച്ച പേര്? ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. കള്ളത് ലെനി ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ട്. മോൻ്റെ പേര് എന്താ പേര്? ചാച്ചു. ചാച്ചു. ചാക്കൊച്ചി. കയ്യടി. ചാക്കൊച്ചി. ചാക്കൊച്ചി. എന്തായാലും അത് റോങ്, ഫുൾ റോങ് ആണ്. ചാക്കോച്ചി. ഓക്കെ. ചാക്കോച്ചിന്റെ ഷർട്ടിന്റെ സൈസ്? എന്താണ്? 9. LLB എടുത്ത യൂണിവേഴ്സിറ്റി? ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. ഓക്കെ. ഒരു ദിവസം എത്ര ലിറ്റർ പാല് വാങ്ങിക്കും? 2. അപ്പോ ഒരു ചേഞ്ച് വെച്ചാൽ വരാറില്ല എപ്പോഴും. 1 ലിറ്റർ ആണ് വാങ്ങാറുള്ളത്. ആലോചിച്ചില്ല കേട്ടെന്ന് പറഞ്ഞു. അടുത്തത്. ഓക്കെ. ഓക്കെ, ശരി. ഫ്ലാറ്റിൽ സെക്യൂരിറ്റിന്റെ നമ്പർ? ഇന്റർകോം നമ്പർ ഉണ്ടാവില്ലേ? അറിയില്ല. 555. 555. ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ എത്ര ചൂലുണ്ട്? 3. അപ്പൊ എവിടെ? ഒന്ന് അനി. ഞാനല്ല അടിച്ചായിരുന്നേ. അപ്പൊ പിന്നെ മൂന്നാമത്തെ ചൂല എവിടുന്ന്? ഇവിടെ 2. ഈ വീട്ടില് 2 ചൂലേ ഉള്ളൂ. എനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞു. ഓക്കെ. ഓക്കെ. നിങ്ങൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില? കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച 1300. ഓക്കെ, ലാസ്റ്റ്. ലെനിക്ക് എത്ര പട്ട് സാരി ഉണ്ട്? സാരിയാണോ പട്ടുസാരി? പട്ട് സാരി. 3. മൂന്നാമത്തെ ആരാ എടുക്കാറില്ല? 2 2. ഓക്കെ, പാർവതി ചേച്ചി. സുമേഷിന്റെ രോഗം പകർന്നതാണോ? അനി ആ വീട്ടിലല്ലേ താമസിക്കുന്നത്? എനിക്ക് ചെറിയൊരു സംശയം. സെക്യൂരിറ്റിയുടെ നമ്പർ 555 എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ അനിയുണ്ടെങ്കിൽ എമർജൻസി വരത്തില്ല എന്നാണ് അല്ലേ? അതാണ് പാവല്ലേ നീലേഷിയുടെ. പക്ഷെ എന്നാലും ചെറിയ കാര്യങ്ങൾ ചാക്കോച്ചി വീട്ടിന്റെ പേര് എന്നൊക്കെ. അല്ല, വീട്ടിന്റെ പേര് തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ. പിന്നെ ചാക്കോ, ചാച്ചു എന്നാ പറഞ്ഞ. ചാച്ചു അത് ചാച്ചു എന്നാ പോയി. പറഞ്ഞത്. ചാക്കോച്ചി ഞങ്ങളെ ഇടയ്ക്ക് ചാച്ചു എന്ന് വിളിക്കാം. അല്ല, അങ്ങനല്ല. പക്ഷെ വീടിന്റെ പേരല്ലേ? വീടിന്റെ പേര് എല്ലാ ദിവസം മാറുമോ? അത് ലെനിയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ആദ്യം ചോദിച്ച ഉടനെ പറഞ്ഞതാണ്. വളരെ ക്ലിയർ ആയിട്ട്. സംസാരം വളരെ കുറവാണ് നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറവാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പ്രൂഫാണ്. ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. പാവല്ലേ നീ? മാഷേ, എനിക്ക് തോന്നുന്നു എല്ലാ തീരുമാനങ്ങളും ലെനി എടുത്താൽ മതി. ഞാൻ അതിലൊന്നും തലയിടാൻ പോകുന്നില്ല. എനിക്കിങ്ങനെയൊക്കെ മതി എന്ന് പറയുന്നൊരു നിലപാടാണ് കാണുന്നത്. അതിന് സുപ്രീമസി ഇവൾക്കാണെന്ന് പറഞ്ഞാൽ തെറ്റുപറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവളാണെല്ലാം തീരുമാനിക്കുന്നത്. എല്ലാ കാര്യവും തീരുമാനിക്കുന്നതിൻ്റെ രീതിയിലാണ് ഇപ്പോൾ മനസ്സിലായത്. മറ്റേ സെക്യൂരിറ്റി നമ്പർ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. ബാക്കി എല്ലാ തീരുമാനങ്ങളും ഇത്തിരി കൂടുതലായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ചൂലായാലും സാരി ആയാലും എല്ലാം ഒത്തിരി കൂടുതൽ, കുറഞ്ഞു പോണ്ട, എപ്പോഴും ഹയർ സൈഡാണ്. അങ്ങനെ മതിയോ? കുറച്ചുകൂടി ശ്രദ്ധിക്കണം തോന്നുന്നു. എന്തിനു ശ്രദ്ധിക്കണം? എന്തിനു ശ്രദ്ധിക്കണം?
ഇതുപോലുള്ള ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിക്കാനാണോ? അല്ല, അതിനല്ല. പിന്നെ ചില എന്തിനാണ് കാര്യങ്ങള് ഈ അറിവ് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്തിനാണ്? നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇത്തരം കാര്യങ്ങൾ അന്യോന്യം അറിയാൻ ഉപകരിക്കുന്ന വളരെ നല്ലൊരു കീയാണ്. ഇങ്ങനെ മതിയോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ഫോൺ വീട്ടിൽ വരുമ്പോൾ ഫോൺ വിളിച്ചിരിക്കും. ഇടയ്ക്കായി ഒരു ചെറിയൊരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ കിട്ടിയ ചെറിയ ചെറിയ ഡിസ്കഷൻ്റെ കൂട്ടത്തിൽ അതങ്ങ് പോവും. അത് ഇടയ്ക്ക് കുറഞ്ഞു പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. തിരക്ക് കാരണമായിരിക്കും. നമ്മൾ കൂടുതൽ സമയം അതിനു വേണ്ടി കണ്ടെത്താം അല്ലേ? വേണോ? ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇതിൽ ഇതൊന്നും വലിയ കാര്യമില്ല എന്നൊരു എക്സ്പ്രഷനാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വേണമോ വേണ്ടയോ? വേണം 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 വേണം. ശരി. ഓക്കെ, ദിവ്യ. മാഷ് ചോദിച്ച അതേ കാര്യം തന്നെ എനിക്ക് ലെനി ചേച്ചിയുടെ ചോദിക്കാനുള്ളത്. ജയമോൻ അൻഷായന് ശ്രദ്ധ കുറവാണെന്ന് തോന്നുന്നുണ്ടോ? ഫാമിലി കാര്യങ്ങളിലായാലും വീട്ടുകാര്യങ്ങളിലായാലും ചേച്ചിക്ക് എന്താ തോന്നുന്നത് ഒപ്പീനിയൻ? ഓർമ്മിപ്പിച്ചാൽ എല്ലാം ചെയ്യും. അല്ലാണ്ട് അറിഞ്ഞൊന്നും ചെയ്യില്ലേ? അല്ലെങ്കിൽ വന്ന് അല്ല, ഇപ്പൊ പാലിന്റെ പൈസ 38 രൂപ എന്ന് പറഞ്ഞില്ല, അപ്പൊ അത് എന്തിനാണ് 38 രൂപ അങ്ങനെ ഒന്നും അത് പെട്ടെന്ന് ആലോചിക്കാതെ പറഞ്ഞു പോയതാ. അതെ അല്ലേ? പിന്നെ അൻഷാന് എനിക്ക് തോന്നുന്നു ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ഉണ്ടോന്ന് എനിക്ക്. 2 ലിറ്ററിന്റെ ഒരു പാത്രം കൊണ്ടാ പോകുന്നത്. അപ്പൊ അത് വിചാരിച്ചത് ഫുള്ളും ഫില്ല് ഞാൻ ആ പാത്രം മേടിച്ച് ഓർക്കുന്നുണ്ട്. 2 ലിറ്റർ കൊള്ളുന്ന വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചായിരുന്നു. പെട്ടെന്ന് അതാന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ തോന്നുന്നത് അൻഷാന് ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തായാലും പോട്ടെ, അല്ലെങ്കിൽ ശരിയായിക്കോളും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോന്ന് എനിക്ക് തോന്നിപ്പോയി. ഓക്കെ, ഐഷ. മോൻ്റെ ഷർട്ടിൻ്റെ സൈസ് എങ്ങനെ കറക്റ്റ് ആക്കുമെന്നാണ് വിചാരിച്ചത്. അതുപോലെ വീടിൻ്റെ പേര്, അതൊക്കെ അത് ഇത്തിരി സിമ്പിളായിട്ട് എനിക്ക് തോന്നി. കാരണം അത് നമ്മളെപ്പോഴും ഡ്രീമാണ്, നമ്മൾ പറയണ കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ ഇപ്പോൾ ചൂലിൻ്റെ കാര്യമൊക്കെ വെച്ചപ്പോൾ അത് ആണുങ്ങൾക്ക് അത് അറിയായിരിക്കില്ല, അവർ ചെയ്യാത്ത കാര്യമാണല്ലോ, അപ്പോൾ അതൊന്നും അറിയായിരിക്കില്ല ചിലപ്പോൾ. പക്ഷെ ഇത് രണ്ടെണ്ണം തെറ്റിച്ചപ്പോൾ എനിക്ക് എന്താ വിഷമമായി. ഞാൻ അവിടെ കൈ ചാക്കോന്ന് പറയുന്നതിനൊന്ന് കൈയടി തുടങ്ങിയത്. എല്ലാരും കൈയടിച്ചപ്പോ എല്ലാരും നാവ് പുറത്താണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ അഞ്ജുവിന്റെ എല്ലാം നാവ് കുറെ നാൾ മുമ്പ് വരെ പറഞ്ഞതാണ് ഈ പേര്, പക്ഷെ അത് ഓർമ്മ വന്നില്ലെന്ന് തോന്നുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ എനിക്ക് പാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മേളിൽ മേക്കപ്പ് റൂമിൽ നിന്നപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റോണിച്ചൻ വന്നേച്ചും പറഞ്ഞു, ഏത് പശുവിൻ്റെ പാലാണ് കുടിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാമായിരുന്നു എത്ര ലിറ്റർ പാലാണ്, അത് വേണമെങ്കിൽ അപ്പം ശരിയായേനെ. അപ്പോൾ ഞാനിപ്പോൾ അത് ഓർക്കുമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇനിയുള്ള അവസരങ്ങളിൽ ലെനിയായിട്ടൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സംസാരിച്ച് മാക്സിമം നോക്കുക. ശരിയെന്ന്. ഓക്കെ, ലക്ഷ്മി. സെക്യൂരിറ്റിയുടെ നമ്പർ എനിക്ക് തോന്നുന്നു വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഓർമ്മ വയ്ക്കണമെന്ന് തോന്നി. പിന്നെ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തോന്നാം. നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കാനാണ്, വിഷയം എന്താണെന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ നടത്തുന്ന ഡിസ്കഷൻസിൻ്റെ കൂട്ടത്തിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ആരും അങ്ങനെ ഇരിക്കാറില്ല. ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ സംസാരിക്കും. ഇനി കുറച്ച് ഫോൺ വിളിയെ കുറച്ച് ചേച്ചിയുടെ കൂടെ കൂടുതൽ സമയം സംസാരിക്കണമെന്ന്. ഓക്കെ, ജിനി. ഇവരെല്ലാവരും പറഞ്ഞു തന്നെയാണ്, ഞാനും പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അനുചേട്ടൻ കുറച്ചും കൂടെ ഒന്ന് ഫോൺ കുറച്ച് ലെനിയായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇരിക്കുക. സോ മാർക്ക് വേണ്ടേ? കടകട്ടെ. 3 out of 10. നമുക്ക് സുമേഷിന്റെ പ്രണയലേഖനം കേൾക്കാം. ലെറ്റ്സ് വെൽക്കം സുമേഷ് ആൻഡ് അബിത. എൻ്റെ അബിക്കുട്ടിക്ക്, നിന്നെ കൂടാതെ ഒരു ജീവിതം എനിക്ക് ആവില്ല എന്ന് നിനക്കറിയാമല്ലോ. എന്നെ പെട്ടെന്ന് കാണാനിട്ട് നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇവിടുത്തെ താഴത്തെ ഫ്ലോറിലുണ്ട്. ഞാൻ ഇവിടെ നിന്നും നിനക്കൊരു പ്രണയലേഖനം എഴുതിക്കൊണ്ടിരിക്കുവാനുള്ള ശ്രമത്തിലാണ്. ഇതുവരെ പ്രണയലേഖനം എഴുതാത്ത ഞാൻ അത് എങ്ങനെ എഴുതും എന്ന് ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും എഴുതാനായി പേന എടുത്ത് എഴുതാൻ പോകുമ്പോൾ നിൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരുന്നു. നിൻ്റെ കുസൃതികൾ എനിക്ക് ഓർമ്മ വരുന്നു. ഈ എഴുതാൻ തന്ന കടലാസിൽ നിൻ്റെ മുഖം ഞാൻ പതിഞ്ഞു കാണുന്നു. ഇത് എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഒന്നും തന്നെ എഴുതാൻ കിട്ടുന്നില്ല. ഞാൻ അതിൽ ഇങ്ങനെ ലയിച്ചു കൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഞാൻ എഴുതാനായി തുടങ്ങുകയായിരുന്നു. അപ്പോൾ നീ എന്നെ കണ്ണ് ഇറുക്കി കാണിക്കുന്നതായി ഞാൻ ഇതിൽ കാണുന്നു. എന്താണ് അബി എനിക്ക് സംഭവിച്ചത് എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഏതു നേരവും നീ എൻ്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്.
എന്നാൽ ഇപ്പോൾ ഞാൻ എഴുതാനെടുത്ത കടലാസ് കാണുമ്പോൾ അതിലും നീയുണ്ട്. അപ്പോൾ നീ എൻ്റെ മനസ്സിൽ മാത്രമല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നീ എന്നെ ചുറ്റിപ്പറ്റി തന്നെ എൻ്റെ അടുത്ത് ഉണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അത് കടലാസിലാകാം, പേനയിലാകാം, ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴാകാം, എപ്പോഴുമാകാം. തീർച്ചയായും എനിക്ക് അതാണ് വേണ്ടത്. കൂടുതൽ ഒന്നും തന്നെ എനിക്ക് എഴുതാനോ ഒന്നും തന്നെ എന്നെ കൊണ്ടാവുന്നില്ല. ഞാൻ നിർത്തുന്നു എന്ന് നിൻ്റെ സ്വന്തം ചേട്ടൻ. കള്ളത്രം. അല്ല അതിനെയാണ് വായിച്ച്. അല്ല, ഒരു പോയിന്റിന് തന്നെ ഇങ്ങനെ വിസ്തരിച്ച് ഞാൻ പറഞ്ഞു ഇപ്പം എന്തെങ്കിലും പറയും കഴിയുന്നില്ല. പേപ്പറിലും പെന്നിലും തൂണിലും തുറുമ്പിലും എല്ലാത്തിലും അഭിത. കണ്ണിറുക്കി കാണിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാണിച്ചു ഒരു സൗണ്ടും ഉണ്ടാവും. ഒന്നുകൂടി നമുക്ക് ക്യാമറയിൽ കണ്ണിറുക്കി കാണിച്ചു തരും. അല്ല, ഇപ്പൊ കാണിച്ച പോലെ. അതെ, ക്യൂട്ട് ലവ് ലെറ്റർ ഉണ്ടായത്. പക്ഷെ നമ്മൾ ആലോചിച്ച് കുറച്ചും കൂടി വരും, എന്തെങ്കിലും വരും. ഇത് ആദ്യത്തെ ഇത് എന്താ പറയുക, നമ്മളൊരു പടം വരുമ്പോൾ അല്ലേ കമ്മിങ് സൂൺ. ഇപ്പൊ വരും, വന്നു, വരുന്നു, പോയി. ഇതിന്റെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്കിഷ്ടായി. ആദ്യത്തെ ലവ് ലെറ്റർ ആണോ? അതെ. ഇത്രയാണോ പ്രതീക്ഷിച്ചത്? ഇത്രയൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അബിതയ്ക്ക് കിട്ടിയത് ആദ്യത്തെ ലവ് ലെറ്റർ ആണോ? അതെ 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 അതെ. ഞാൻ ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. സുമേഷോ? ഇത് ആദ്യത്തെ ലവ് ലെറ്റർ? അബിതയ്ക്കല്ല, അല്ലാതെ ഞാൻ ആദ്യമായിട്ട് എഴുതുന്നു. കൊടുത്തതോ? എഴുതത് വേറെ ആളോട് എഴുതിപ്പിച്ചിട്ട് കൊടുക്കാലോ. സമയം കിട്ടിയില്ല. ഓ, അതിനും കിട്ടിയില്ല, മറന്നുപോയി. ഓക്കെ ചേച്ചി, ഞാൻ ചിലപ്പോ ചെരുപ്പിന്റെ പറ്റി എന്തെങ്കിലും പറയും. ഞാൻ നിനക്ക് വേണ്ടി ഒരു ചെരുപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. ഇല്ല, എന്നാലും അബിത ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ വേറൊരു തരം ഹ്യൂമൻ ബീയിങ് ആണ് സത്യത്തിൽ. നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും എന്തിനേയും പോസിറ്റീവായിട്ട് എടുക്കുകയും ഒരു ധൈര്യം തരികയും അങ്ങനെ വേറൊരാളല്ലേ. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നില്ലേ സുമേഷ്? കുറച്ച് കുറഞ്ഞു പോയില്ലേ പറഞ്ഞത്? പെട്ടെന്ന് എഴുതാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ. പരീക്ഷയ്ക്ക് എത്ര പേപ്പർ എഴുതുമായിരുന്നു? പരീക്ഷ ഇങ്ങനെ കുറേ എഴുതിക്കൊണ്ടേയിരിക്കും. കുറേ എഴുതിക്കൊണ്ടിരിക്കുക. കുറേ നേരം ആലോചിച്ചിരുന്നു. പിന്നെ എഴുതാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ എഴുതി. കുറേ ടൈം ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട അങ്ങനെ കുട്ടി എഴുതി ഇങ്ങനെ തുടങ്ങുകയെന്നുള്ള ഒരു കുറച്ച് കൺഫ്യൂഷൻ 10 മിനിറ്റോളം അങ്ങനെ പോയിട്ടുണ്ട്. എന്നാലും സുമേഷ്, ഒരു പ്രണയം ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം സുമേഷിനെ എത്രമാത്രം ഒരു താങ് അല്ലെ എന്ന് വെച്ചാൽ ഫുൾ ഒരു സപ്പോർട്ടാണ് അബിത എന്നുള്ളത് അതിനകത്ത് വളരെ വ്യക്തമായിരുന്നു. കാരണം അബിത ഇല്ലാതെ ഒരു കാര്യവും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. പണ്ട് ഒരു സെയിൻറ്റ് അല്ലെങ്കിൽ സന്യാസി പ്രണയത്തെക്കുറിച്ച് ഒരാളോട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ വലിയൊരു ബൃഹത്തായൊരു പുസ്തകമാണ് എഴുതിക്കൊണ്ടുവന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, എടോ നീ പ്രണയത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയധികം വായിക്കാനും എനിക്ക് നേരമില്ല, ഒന്ന് ആറ്റിക്കുറുക്കി ചെറുതാക്കി കൊണ്ടുവരിക. അപ്പോൾ അടുത്ത തവണ അയാൾ പകുതി പുസ്തകം എഴുതിക്കൊണ്ടുവന്നു. അതും കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ 4-1, 10-1, പിന്നെ ആകെ ഒരു പേജായി. അപ്പോഴും നീ പൂർണ്ണമായിട്ടും പ്രണയത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു ദിവസം അയാൾ വെറും കൈയോടെ വന്നപ്പോൾ ഈ സന്യാസി പറഞ്ഞത്രേ, നിനക്ക് പ്രണയത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലായി എന്ന്. ഏതാണ്ട് അതുപോലെ വസ്തുതകളും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒന്നും ഇല്ലാതെ ശ്വേത പറഞ്ഞ പോലെ തൂണിലും തുരുമ്പിലും പ്രണയിനിയെ ഒരു ദേവിയായി കാണുന്ന ഒരു സങ്കല്പമാണ് അവിടെ വന്നത്. എല്ലാത്തിലും കാണുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? സുമേഷനെ ആലോചിക്കണ്ടോ? അല്ല, അതിൽ മറ്റൊരു വിവരണങ്ങളൊന്നും ഇല്ലാതെ എല്ലാത്തിലും നീ ഒരു സാഹിത്യകാരനൊക്കെ പറയുന്ന പോലെ കടലാസിലും പിന്നെ പെന്നിലും പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു മഷിയിലൊക്കെ ഉണ്ടാവുമോ. പക്ഷെ അതിൻ്റെ ഇടയിൽ കണ്ണിറുക്കി കാണിക്കുന്നതും അതിലൊരു സൗണ്ടും അതിലൊരു ശബ്ദവും രണ്ടും കൂടി യോജിപ്പിച്ച് ചെയ്യുന്ന രീതിയെക്കുറിച്ച് നീ ഓർത്തത്
ഗംഭീരമാണ് കേട്ടോ, വളരെ ഗംഭീരമാണ്, വളരെ ഗംഭീരമാണ്. അപ്പോൾ കൂടുതൽ എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഏത് തരത്തിലെത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പറയാ സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ അല്ലേ? ആ അർത്ഥത്തിൽ സ്മോൾ ഇസ് ബിഗ്. നന്നായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ദിവ്യ. സുമേഷ് ചേട്ടന് ഒന്നും എഴുതാൻ കിട്ടില്ല സുമേഷ് ചേട്ടാ ആ സമയത്ത്. മനസ്സിൽ കംപ്ലീറ്റ് അഭിയായിരുന്നു. അതാണല്ലോ പറഞ്ഞത്, മനസ്സിലും പേപ്പറിലും എല്ലാത്തിലും. ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ലഞ്ച് ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ വിശപ്പാണ്. അതിൽ പറയണ്ട, ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നാണ് എഴുതണത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അബി ഫ്ലോറിൽ തന്നെ വെച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ചേട്ടൻ കേൾക്കും അല്ല, അത് നിങ്ങളുടെ സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യായിരുന്നു എന്ന് തോന്നി. പക്ഷെ എനിക്ക് മനസ്സിലായി അപ്പോൾ ആ സമയത്ത് സുമേഷ് ചേട്ടൻ എഴുതാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലേ ഉള്ളിലുള്ളത്. 10 മിനിറ്റ് ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ റഫായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ എഴുതിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. സാറില്ല. യെസ്, ഐഷ. കുറേ കാര്യങ്ങൾ എഴുതാമായിരുന്നു എന്ന് എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. ഞാനിത് കഴിഞ്ഞിട്ടില്ല ഇനിയും ഉണ്ട് എന്നുള്ള ലെവലിലിരുന്ന് ഞാനും ഇങ്ങനെ ഇരുന്നിരുന്നത്. കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്ക് മനസ്സിലായത്. കുറേ കാര്യം കൂടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടി എഴുതാമായിരുന്നു അഭിനെ പറ്റിയിട്ടൊക്കെ. പക്ഷെ എഴുതിയത് ഈ പറഞ്ഞ പോലെ സ്മോൾ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതി, നന്നായി. ഓക്കേ, കുറച്ചുകൂടെ എനിക്കൊന്ന് റൊമാൻറ്റിക് ആയിട്ട് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ എഴുതാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ആദ്യമൊക്കെ കുറേ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കുറച്ചുള്ള ക്വസ്റ്റ്യൻ പോലെ എനിക്ക് തോന്നി, ക്വസ്റ്റ്യൻ ചോദിക്കണ പോലെ ഉള്ളതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് എഴുതി. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 6 വർഷം കഴിഞ്ഞു. അല്ല, ഈ ഒരു കാലയളവിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു പരിഭവങ്ങളോ ഇണക്കങ്ങളോ എന്തെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ഏറ്റുപറച്ചിലും കൂടെ ആകാമായിരുന്നു. എന്തെങ്കിലും ചെറിയൊരു ഇതായിരിക്കും, പക്ഷേ ക്ഷമാപണം ചൊല്ലിയിട്ട് അത് അല്ല, ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമല്ലോ. ഉള്ളൂ. ഓക്കെ, എനിക്കിത് ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും അധികം എഴുതാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ അബിതയിൽ ആ ഒരു കുസൃതിയൊക്കെ കാണാൻ പറ്റി കത്തിൽ. കൊള്ളായിരുന്നു, ചെറുതാണെങ്കിലും കൊള്ളായിരുന്നു. ഓക്കെ, ജിനി. ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ലവ് ലെറ്റർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേരുടെയും ഡ്രസ്സും അതനുസരിച്ച് ആ ഒരു തീമിൽ കൊണ്ടുവന്നു നിങ്ങൾ. പുതിയ ഷൂസും അതിനുവേണ്ടി വാങ്ങിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നന്നായിരുന്നു. കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അടുത്തതിന് ശ്രമിക്കാം. ഓക്കെ, സോ മാർക്സ് 7.5. 8. 7.5. 8 marks. 7.5. 7.5. Okay, 53 out of 70. Short and sweet. Thank you. Bye. Entertaining performance, Najmuddin and Ramzana. Let's welcome them.
മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരൂലേ നീയും ഞാനും നനയൂലേ നീലക്കണ്ണും നിറയൂലേ ചെറുതാലിയണിഞ്ഞില്ലേ മിനുമിന്നണമിന്നല്ലേ ചില്ലരിവാതിൽ മിന്നടഞ്ഞോ നല്ലിരവിൽ കല്ലേ. ഓ കഴിഞ്ഞു നജമുദ്ദീൻ, ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ റൈറ്റ് കൈയും റൈറ്റ് കാലും ലെഫ്റ്റ് കാലും ഒരുമിച്ചേ പോവുള്ളൂ. അയ്യോ, അല്ല, ഞാൻ ആദ്യം ഡാൻസ് കളിച്ചപ്പോൾ മുതൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇനിയെങ്കിലും പിന്നെ ഈ പരേഡും സല്യൂട്ടൊക്കെ ഒഴിവാക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് ഇപ്രാവശ്യം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കണം എന്നുള്ളൊരു. ഞാൻ എന്താ ആലോചിക്കുന്നത്, പൂജപ്പുര ജയിലില് ഇനി എങ്ങനെയാണ് നടക്കാറുള്ളത്? ഉള്ളു പോ, സല്യൂട്ട്, അങ്ങനെയാണ്. മറ്റേ ആദ്യത്തെ ഡാൻസ് കളിച്ചപ്പോഴേ എല്ലാവരും ഒക്കെ കളിയാക്കുമായിരുന്നു ആ ഒരു സ്റ്റെപ്പൊക്കെ. ഞാൻ സത്യം പറയാണ്, റംസാന നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നജമുദ്ദീൻ്റെ ആ സ്മൈൽ, നമുക്ക് എന്താ ഈ ഡാൻസ് ഈ ചിരിയാണ് നജമുദ്ദീൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ്. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരെ കവറപ്പ് ചെയ്യും നജമുദ്ദീൻ്റെ. അപ്പോൾ പിന്നെ താലും ഇതൊന്നും സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇറ്റ് വാസ് വെരി ക്യൂട്ട്. ചേച്ചി അവിടെ ഇരുന്ന് കുറേ ശരിക്കുണ്ടായിരുന്നു. ചേച്ചി റംസാനെ പിടങ്ങിപ്പോയപ്പോ നജ്മുദ്ദീൻ ഒരു നോട്ടം നോക്കി ഞാൻ. അതെ, പക്ഷെ റംസാനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്തൊരു ആറ്റിറ്റ്യൂഡാണ്, ഗംഭീരം. റംസാനെ പോലെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ തോക്കില്ല. അല്ല, അത് കറക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം അപ്പം റംസിയെ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവിടും അവിടെ. എന്നിട്ട് എൻ്റെ സ്റ്റെപ്പ് കൂടെ പഠിച്ച് റംസി അവിടെ പഠിച്ച് വെച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ടും ഇതേപോലെ കളിച്ച് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നജ്മുദ്ദീൻ എല്ലാ റംസാനിന്റെ വേർഡ്സ് എല്ലാം പാടിയിട്ടുണ്ട് കേട്ടോ, അതിനൊരു കുഴപ്പമില്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ഒന്ന് രണ്ട് ലിപ്പ് എടുത്തപ്പോഴാണ് അയ്യോ എൻ്റെ അല്ല. റംസാൻ കോസ്റ്റ്യൂം രസമുണ്ട്. റംസാനിക്ക് ചേരുന്ന തരം ഒരു പാട്ട്, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരെണ്ണം സെലക്ട് ചെയ്തു. അതൊക്കെ ഒരു ഇൻ്റലിജൻസ് ആണ്. അത് നന്നായിട്ട് അത് രണ്ടുപേരും കൂടെ ഒന്ന് ഭയങ്കര പ്രണയം ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും കണ്ണില്. നജ്മുദ്ദീൻ്റെ ചിരിയും പ്രേമവും. ഞാൻ ഡാൻസ് സ്റ്റെപ്പ് ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ, എന്നുവെച്ചാൽ അത്രയും ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയത്തിൽ. അവസാനം താലി എടുത്തപ്പോൾ റംസി കരഞ്ഞോ? പ്രേമിച്ച് നടന്നതിന് ശേഷം ആ താലി ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ദൈവത്തിനോട് നന്ദി പറഞ്ഞ് താലി കണ്ണിൽ വെച്ചപ്പോൾ താലി കിട്ടിയില്ല. കണ്ണിൽ വെക്കാൻ ഞാൻ അയച്ചു ദൈവമേ പിന്നെയും കുടുങ്ങിയോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. മാഷേ, നജമുദ്ദീൻ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റിൽ ഇതുപോലൊരു സീൻ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇല്ലേ? ഞാനതാ കണ്ടത്. തമിഴ് സിനിമയാണോ എഴുതാൻ പോണേ? അല്ലല്ല, ഇതിന്റെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാ തോന്നിച്ചു കേട്ടോ. പാട്ട് മലയാളം ആണെങ്കിലും കേരളീയ തനിമ നിറഞ്ഞ ഒരു. അല്ല, ഞാൻ അതിനെ മോശമായിട്ടല്ല പറഞ്ഞത്. അവരുടെ കോസ്റ്റ്യൂം ഞങ്ങൾ സംസാരിക്കായിരുന്നു. വാസ്തവത്തിൽ അതിൽ ഒന്നുകൊണ്ട് കനകാംബരവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. പിന്നെ ഇഴുകി ചേർന്നുള്ള ഡാൻസ് എന്ത് രസമായിരുന്നു അറിയാം, വളരെ രസമായിരുന്നു. അവളെടുത്ത് പൊക്കിയിട്ട് അവിടെ തീർന്നില്ല. അവൾ കൈ നജ്മുദ്ദീൻ്റെ മുഖത്തിലൂടെ എല്ലാം വളരെ പൂവെക്കാനാണോ അത്?
അല്ല കൊട്ട. ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്നതാ. ഓ അത് മറന്നു. അല്ല, ഭക്ഷണം ഭക്ഷണം കൊടുക്കണ കാര്യം കൊണ്ട് കൊണ്ടുവച്ചിട്ട്, മറന്നു. വന്നിങ്ങനെ വിളിച്ചപ്പോ അല്ലേ ഇങ്ങനെ അതിന്റെ നൃത്തത്തിന്റെ ലാസ്യത്തില് ഭക്ഷണത്തിന്റെ കാര്യം മറന്നു, എന്നിട്ട് കല്യാണവും കഴിച്ചു. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അത് ഈ പാട്ടിലുള്ള ഭാഗമാണോ ഈ താലി കൊടുക്കുന്നത്, അതോ നിങ്ങൾ കമ്പോസ് ചെയ്തതാണോ? സജന മാഡം ആണ് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ. രസമായിട്ടുണ്ട് കേട്ടോ. ആ ഫിനിഷിങ് വളരെ രസമായിട്ടത്. ഒരു നാടകവും കൂടി വന്നു അതിൽ. ഇനിയാണ് ജീവിതം ഈ ഡാൻസിന് ശേഷം. ശരി, നന്നായിട്ടുണ്ട്. ഓക്കെ ദിവ്യ. നിങ്ങൾ രണ്ടുപേരുടെയും പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റംസ് ചേച്ചിയുടെ കോസ്റ്റ്യൂം, ഹെയർ, എല്ലാം മേക്കപ്പ് ഒക്കെ സൂപ്പർ. ഒരു സുന്ദരി മണിക്കൂല്. നജീംക്ക് അടിപൊളി. നജീംക്ക് ഇടയ്ക്ക് 1-2 സ്റ്റെപ്പ് മറന്നു, പക്ഷെ അതൊന്നും മുഖത്ത് കാണിക്കാണ്ട് ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എക്സ്പ്രഷൻ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ ഈ പെർഫോമൻസിൻ്റെ ഒരു ഹൈലൈറ്റ്. രണ്ടുപേരുടെയും ഭയങ്കര എക്സ്പ്രസീവ് ഫേസ് രണ്ടുപേരുടെയും. ചേച്ചിയാണെങ്കിൽ ആ പരിഭവം കാണിക്കുന്നത് എല്ലാം നല്ലതായിരുന്നു. ടോട്ടൽ നോക്കുമ്പോൾ സോങ് ആയാലും എല്ലാം സൂപ്പർ. ഓക്കെ ഐഷ. രണ്ടുപേരും നന്നായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ലിപ്സ് ചേഞ്ച് ചെയ്ത് പാടിയതൊരു ഇത് തന്നു, അതൊരു പ്രശ്നം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ആ ചിരി എന്തുണ്ട്, എല്ലാവരും മയക്കുന്നൊരു ചിരിയാണ്, അത് കുറച്ചും കൂടി ഒന്ന് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാലും വേറെ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ 32 കൊല്ലം വെളിയിൽ കാണിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. കുഴപ്പമില്ല, ആ ചിരി നല്ല ചിരിയല്ലേ. ശരി, കുഴപ്പമില്ല. ഓക്കെ അഞ്ജു. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു. ഓക്കെ ലക്ഷ്മി. നല്ല നാടൻ സുന്ദരിക്കുട്ടി. നല്ല കോസ്റ്റ്യൂമാണ്. പിന്നെ എനിക്ക് 2 സ്ഥലം മാത്രമേ ഉള്ളൂ. അത് ആ ലിപ് മൂവ്മെൻറ്റ് ഫീമെയിൽ പോർഷൻ വന്നപ്പോൾ എടുത്തതും, പിന്നെ ആ താലി, ആ ടൈമിങ്, ആ ടെൻഷനിലായിരിക്കും. പക്ഷെ നല്ല പ്ലസൻറ്റ് ഫേസോടെയാണ് ഡാൻസ് കളിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു പെർഫോമൻസിൻ്റെ വിജയം എന്ന് പറയുന്നത്. പ്ലസൻറ്റ് ഫേസ് ആയിരിക്കും എപ്പോഴും. നന്നായിരിക്കും. ഓക്കെ ജിനി. നന്നായിട്ട് രണ്ടുപേരും കളിച്ചു. എനിക്ക് രണ്ടുപേരും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. പിന്നെ ലിപ്പ് അത് എല്ലാവരും പറഞ്ഞില്ല, അതെനിക്കും തോന്നി. പിന്നെ റംസാന നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നജീമുദ്ദീനെ. ഓക്കെ റംസാന, ആ പരിഭവം എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു. അതെപ്പോഴാ പിണങ്ങിപ്പോയില്ലേ? എങ്ങനെ? അയ്യടാ. ഓക്കെ ദിവ്യ, മാർക്സ് പ്ലീസ്. 9. ഐഷ 9. അഞ്ജു 8.5. 8.5. ലക്ഷ്മി 8.5. 8.5. ജിനി 8.5. 8.5. ചേച്ചി 8.5. 8.5. മാഷെ 9. 9. 61 out of 70. Very good. Good. Okay, couple game nu varan podunnu Ronnie and Bindu. Let's welcome them on stage. Hello Ronnie. Hello Bindu. Couple game ന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. എങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഞാൻ ഒബ്വിയസ്ലി നിങ്ങൾക്ക് 1 minute അത് കിട്ടും. കുറേ ബോളുണ്ട്. എന്താ ചെയ്യേണ്ടത് അറിയാം? അറിയില്ല. എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. അതെന്താ? തൊട്ട് പോകരുത്. ഒരു കൊട്ട. ഇത് ഒരു ബോളുടെ പകുതിയാണ്. ഈ ബോളുടെ മാച്ച് ബോൾ അടുത്ത ഹാഫ് ഏതാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിൽ നിങ്ങൾ രണ്ടാളുടെയും ഞാൻ കണ്ണ് കെട്ടാൻ പോവാണ്. ബിന്ദു വെറുതെ എവിടെയെങ്കിലും നിന്നിട്ട് പിപ്പി ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കും. ഓക്കെ, ബിന്ദുവിന് അറിയാലോ. യെസ് എന്ന് പറഞ്ഞാൽ 1, പി എന്ന് പറഞ്ഞാൽ റോങ് ആണ്. ഓക്കെ, ഈസി അല്ലേ? ഇത് ആദ്യം കൂടെ വയ്ക്കില്ല. ഓഫ്, ഇത് ഭയങ്കര ദൈവമേ. റോണി ഇങ്ങോട്ട് വരൂ. ചെരുപ്പ് മാറ്റിക്കോട്ടെ. ചെരുപ്പ് മാറ്റിക്കോളൂ. പാൻറ്റ് മാറ്റിക്കോളൂ. ടീഷർട്ട് മാറ്റിക്കോളൂ. എല്ലാം മാറ്റിക്കോളൂ. ഈ ലൈൻ കാണുന്നുണ്ടോ റോണി? കാണുന്നുണ്ട്. ബിന്ദു ഇങ്ങോട്ട് വരൂ. ഈ ലൈനിൻ്റെ ഇപ്പുറത്ത്. ഈ ലൈൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യരുത്. ഓക്കെ, ഇനി ഞാൻ ഗെയിം പറഞ്ഞുതരാം എന്താണെന്ന്. ഞാൻ റോണീൻ്റെ കണ്ണ് കെട്ടാൻ പോവാണ്. റോണി ഈ ഭാഗത്ത് നിന്ന് ആ ലൈൻ വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബിന്ദു ലൈൻ ക്രോസ് ചെയ്യരുത്. റോണിക്ക് ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിൽ നിന്നിട്ട് ബോൾ ഇങ്ങോട്ട് വലിച്ചുതരാം. അത് ബിന്ദു ക്യാച്ച് ചെയ്യണം ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. പക്ഷെ ലൈൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യരുത്. ഡയറക്ഷൻ കാണിക്കാൻ ബിന്ദുവിന് പിപ്പി ഊതാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഡയറക്ഷൻ കാണിച്ചു തരാം. ശ്വാസം മുട്ടുന്നുണ്ട്. കുഴപ്പമില്ല, ചാവുന്നില്ലേ? മൂക്ക് തരാം.
മൂക്കില്ലേ? ആ. മതി കുഴപ്പമില്ല. മൈക്കിൾ ജാക്സൺ മൂക്ക് പോലെ. ഓക്കെ. ഇതാണ് ബിന്ദുവിൻ്റെ ലൈൻ. ബിന്ദു അങ്ങോട്ട് ക്രോസ് ചെയ്യരുത് കേട്ടോ. ഫൗളാണേ, ഞാൻ നോക്കുന്നുണ്ട്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എറിയ അവിടുന്ന് തന്നെ, അവിടെ തന്നെ എറിയണം. പിടിച്ച സ്ഥലത്ത് തന്നെ എറിയണം. അവിടുന്ന് തന്നെ. ഫൗൾ. ശേരാജിയുടെ ബി പി ആണോ അത്? 1 മിനിറ്റ് കഴിഞ്ഞു. സ്പീക്കർ വലിച്ചെറി. അവിടുന്ന് തന്നെ. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ശേരാജിയുടെ ബി പിയാ? പിന്നെ അത് വലിച്ചെറിഞ്ഞോളൂ. കഴിഞ്ഞു. മിനിറ്റ് കഴിഞ്ഞു. അവിടുന്ന് തന്നെ
Okay, this once more, I'll give you a chance. Not bad. Kayu, time up, time up. കഴിഞ്ഞോ Eh? കഴിഞ്ഞോ നീയും പിടിക്കൂ, നീയും പിടിക്കൂ. നീയും പിടിക്കൂ. പിടിക്കൂ, പിടിക്കൂ. പിടിക്കൂ, ബോൾ പിടിക്കൂ. വേഗം പിടിക്കൂ. 2 PPയും അവരുടെ കയ്യിലാണ്ടായി എന്നറിയോ? ഞാനൊന്നല്ല ചെയ്ത്. ഇല്ലില്ല. ആ ദാ നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു. ബിന്ദു നന്നായി സപ്പോർട്ട് ചെയ്തു, അത്ര ഡിസ്റ്റർബ് ചെയ്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോണി ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടായിരുന്നു. യൂനോ ഇതല്ല ബിന്ദുവിൻ്റെ പിപ്പി. ആ സൗണ്ട് രണ്ട് ഏരിയ ഓഫ്, എനിക്ക് എൻ്റെ പിപ്പി മാറ്റണമല്ലോ. ഓക്കെ, പാർവതി ചേച്ചി. നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു. റോണി ആലോചിച്ചാണ് ചെയ്തത്. പക്ഷെ ബിന്ദു എറിയുമ്പോൾ കൃത്യമായിട്ട് പിടിക്കുന്നുണ്ട്, സെൻസ് ഓഫ് ഡയറക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷേ കുറച്ച് സബ്മിസീവ് ആയി പോയി എന്ന് തോന്നുന്നു. കാരണം ശ്വേതാജി അവിടെ ചെയ്യുമ്പോൾ എനിക്ക് അതിനെ മുകളിൽ ചെയ്യാമോ, അങ്ങനെയല്ലല്ലോ ആലോചിക്കേണ്ടത്. അവിടെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 2-3 പ്രാവശ്യം റോണി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ശബ്ദം വേണം, എനിക്ക് ശബ്ദം വേണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. പക്ഷെ ബിന്ദു അത് പലപ്പോഴും ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് ഉറക്കെ കൃത്യമായിട്ട് കുറേ തവണ, ഇത്ര തവണ ചെയ്യാവുള്ളൂ എന്നൊന്നും നിയമത്തിലില്ലല്ലോ. ഒരുപാട് തവണ ചെയ്തിരുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്തപ്പോഴൊക്കെ അത് ബോൾ കിട്ടി. പക്ഷെ പലയിടത്തും അതുപോലെ ബോൾ തപ്പി പോകുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ, ഇത് കിട്ടിയ ബോൾ അവിടെ കൊണ്ട് വെക്കുന്നതിലൊക്കെയാണ് ശ്രദ്ധ. കൃത്യമായി ഡയറക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതിലും കുറച്ച് അത് റിലേഷൻഷിപ്പിലും ആ ഒരു സബ്മിസീവ്നെസ് എല്ലാം റോണിച്ചാൻ ചെയ്തോളും. ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് പറ്റുന്നതൊക്കെ അങ്ങനെയല്ല. ഈ ബാലൻസ് എന്ന് പറയുന്നത് മറ്റേ ഈ ത്രാസ് പോലെയാണ്. രണ്ടുപേരും ഒരുപോലെ ആയില്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ബിന്ദുവിന് കഴിവുണ്ട്, അതിനോടൊപ്പം നിൽക്കാനുള്ള ബുദ്ധിയുണ്ട്. പക്ഷെ ഇത്രയൊക്കെ മതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നൊരു സംശയം. അത് വലിയ ബോൾ പിടിച്ചിങ്ങനെ കമന്നപ്പത്തേന് എനിക്ക് വയറ്റിനകത്ത് ഭയങ്കരമായിട്ട് ഇത് പിടിച്ചു, കൊളുത്തി പിടിച്ചു. ഇങ്ങനെ കമന്ന് പിടിച്ചില്ലേ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ എന്നാലും ഞാൻ അപ്പൊ BP അടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അപ്പൊ ഇങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റാണ്ട് വന്നു, മാഷേ. ബിന്ദു പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വയറിനിങ്ങനെ ഇവിടെ കുനിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളത് ചെയ്യാത്തൊരു പ്രവൃത്തി ആയതുകൊണ്ടായിരിക്കാം. നോക്കൂ, ആ കുനിയുമ്പോൾ ഇവിടെ കൊളുത്തി പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ടാസ്കിൽ പെട്ട ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് വേണം സ്പോർട്സ്മാൻഷിപ്പ്. അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള കോൺസൈസ് ഓഫ് അഡൈഡം എന്ന് പറയും നമ്മൾ, മനപ്പൊരുത്തം. അതാണ് എക്സൈസ്. ഞാൻ ചക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ മാങ്ങ എന്നത് കരുതരുത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ, വിസിലടിക്കൂ അല്ലെങ്കിൽ പീപ്പിളി വിളിക്കൂ എന്ന് പറയുന്ന ആ സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. അപ്പോൾ വളരെ ചെറിയ 5 മിനിറ്റിൻ്റെ കളിയിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാലും മാക്സിമം നന്നായി ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ, രണ്ടുപേരും. അതെ, കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. പരാജയം ഇതിൻ്റെ വിഷയമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിന്ദു ചേച്ചിയുടെ എന്താ എനിക്ക് തോന്നിയെന്നറിയോ, റോൺചൻ പല തവണ ബോൾ എടുത്തിട്ട് നീ സിഗ്നൽ താന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിന്ദു ചേച്ചി ബോൾ ഇട്ടിട്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ നിൽക്കുക. സിഗ്നൽ താന്ന് പറയുമ്പോഴാണ് PP ഊതുന്നത്. അപ്പോഴല്ലേ റോൺചൻ അറിയാൻ പറ്റുള്ളൂ എവിടെ നിൽക്കുന്നത്. 3-4 തവണ അങ്ങനെ റോൺചൻ ബോൾ എടുത്തിട്ട് സിഗ്നൽ താന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതെ, അതല്ല, സിഗ്നൽ താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. പക്ഷെ ശ്വേതജി അത്രയും ഡിസ്റ്റർബ് ചെയ്തിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ PP ഊതുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ബിന്ദു ചേച്ചിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മാം പറഞ്ഞ പോലെ തന്നെ ബോൾ വെക്കാനൊക്കെ ആയിരുന്നു. കൊട്ടയിൽ കിട്ടിയല്ലോ ബോൾ, അപ്പം തന്നെ കളഞ്ഞിട്ട് അടുത്തതിന് സിഗ്നൽ കൊടുക്കായിരുന്നു. അതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് നല്ലോണം, അത്രയും ബോൾസ് കിട്ടിയല്ലോ. എഫേർട്ട് ഉണ്ട് രണ്ടുപേരിലും. റോൺചന നല്ല ഫോക്കസ്ഡ് ആണ്. റോൺചൻ വെരി ഗുഡ്. ഓക്കെ, ഐഷ. ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുട്ടുകുത്തി പോയപ്പോൾ ഇത്തിരി വിഷമം തോന്നി. വീഴാൻ ബോളും ഒക്കെ കൂടെ ആയപ്പോൾ ഇത്തിരി തോന്നി. പക്ഷെ രണ്ടാളും നല്ല കൂളായിട്ട് ചെയ്ത് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ബിന്ദുച്ചയ്ക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നന്നായി രണ്ടുപേരും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അഞ്ജു. റോണിച്ച് നല്ല ശ്രദ്ധയോടുകൂടിയാണ് ഇത് കളിച്ചത്. നല്ല ശ്രദ്ധയായിരുന്നു റോണിച്ചിന് PP ഊതുന്ന കാര്യത്തിലാണെങ്കിൽ. ബിൻചേച്ചി ഞാൻ ഇവിടെ ഇരുന്ന് പറയായിരുന്നു PP ഊത് ഞാൻ ഇവിടെ ഇരുന്ന് ബിൻചേച്ചിൻ്റെ ആക്ഷൻ കാണിക്കുന്നുണ്ട്, ബിൻചേച്ചി കാണുന്നില്ല. സേതാജി ഇങ്ങനെ PP ഊതുമ്പോഴും അതിനെ മറികടന്ന് ആ ശരിയായുള്ള ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ ബിൻചേച്ചി ഒന്നും കൂടെ കറക്റ്റായിട്ട് PP ഊതേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ലക്ഷ്മി.
നല്ല കോർഡിനേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ശ്വേത മാം ഊതുന്ന പി പിയും ചേച്ചി ഊതുന്ന പി പിയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. മാം ഊതുന്ന ഇത്തിരി കട്ടിയുള്ളതാണ്, ചേച്ചി കണ്ടിന്യൂസ്ലി മാറ്റണല്ലോ, എൻ്റെ പിപ്പിയാണ് പ്രോബ്ലം. അപ്പോൾ അത് റോണി ചേട്ടൻ അറിയാമായിരുന്നു തോന്നുന്നു. അതാണ് ഇതല്ല ഊതെന്ന് പറഞ്ഞ് കണ്ടിന്യൂസ്ലി ഊതി, അല്ലെങ്കിൽ എന്തെങ്കിലും ടോണിലത് ഊതിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയേനെ. ഈ കണ്ണ് കെട്ടുമ്പോഴുള്ള ആകെപ്പാട്ടൊരു ഉപാധി എന്ന് പറഞ്ഞ ശബ്ദമാണ്. അത് ഫോക്കസ് ചെയ്താൽ ചെയ്യാൻ പറ്റും. ഇനി ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തു. ഓക്കെ ജിനി. എനിക്ക് തോന്നുന്നത് ബിന്ദു ചേച്ചിക്ക് ആ ഷോള് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു തോന്നുന്നു. കാരണം അതിങ്ങനെ കിടക്കണോണ്ട് കൊട്ടയിൽ നിന്ന് ബോൾ എടുത്ത് പിടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ആ ഫ്രണ്ടിലോട്ട് ലൈൻ നോക്കുകയും ചെയ്യണമായിരുന്നു. എല്ലാം കൂടെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു എനിക്ക് തോന്നിപ്പോയി. പിന്നെ എൻ്റെ ഒരു ഇതിൽ റോണീന് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ പ്ലാൻ എ പ്ലാൻ ബി എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നല്ല ഒരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് ബിന്ദു പിന്നെ എന്താ ചേച്ചി പറഞ്ഞ പോലെ തന്നെ റോണിച്ച ഉണ്ടല്ലോ, വലിച്ചെറിയും എങ്ങനെയും കിട്ടിയാൽ, അല്ലേ? ആ കോൺഫിഡൻസ് ഇല്ലേ? യെസ്. സോ മാർക്സ്. ദിവ്യ 8. ഐഷ 8. അഞ്ജു 8. ലക്ഷ്മി 8 മാർക്സ്. ജിനി 8 മാർക്സ്. ചേച്ചി 8 മാർക്സ്. മാഷേ 8. Okay, 56 out of 70. Good. വിജയ്ക്ക് ലഭിക്കാൻ പോകുന്ന മിർ റിയാൽറ്റേഴ്സിന് 1 കോടി രൂപയുടെ സമ്മാനമാണ്. This is Shweta Menon signing off on Lulu Celebrate Vardela Bhari Season 3 powered by Vivel. Good night.